ഡിഗ്രി പഠനത്തോടൊപ്പം IAS ഉത്തര കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് പരിവർത്തനാത്മകമായ ഒരു പുതിയ അധ്യായത്തിന് തുടക്കം കുറിച്ച് കുണിയ എഡ്യു കോൺക്ലേവ് 2026 പ്രൗഢോജ്വലമായി ആരംഭിച്ചു. മുൻ കേന്ദ്ര സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് സെക്രട്ടറി അനിൽ സ്വരൂപ് ഉദ്ഘാടനം ചെയ്തു. അത്യാധുനികവും ലോക നിലവാരവുമുള്ള ഫർണിച്ചറുകൾ വമ്പിച്ച വിലക്കുറവിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു നൽകുന്നു. ബെഡ്റൂമോ, ലിവിംഗ് റൂമോ, ഓഫീസോ, സ്റ്റുഡിയോയോ ഏതൊന്നിനെയും ഭംഗിയാക്കാൻ ആർട്ടിക് ഫർണിച്ചർ ഇന്ന് തന്നെ സന്ദർശിക്കൂ. ആർട്ടിക് ഫർണിച്ചർ, കാസർഗോഡ്, ഉപ്പള, മാംഗ്ലൂർ, കാഞ്ഞങ്ങാട്, വടകര. ഉത്തര കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് പുതിയ അധ്യായത്തിന് തുടക്കമിട്ട് കുണിയ എഡ്യു കോൺക്ലേവ് 2026. കോൺക്ലേവിന്റെ പ്രധാന ആകർഷണമായ ഡിഗ്രി വിത്ത് IAS സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി മുൻ കേന്ദ്ര സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് സെക്രട്ടറി അനിൽ സ്വരൂപ് ഉദ്ഘാടനം ചെയ്തു. ബിരുദ പഠനത്തോടൊപ്പം UPSC, സിവിൽ സർവീസ്, നീറ്റ്, JEE ഉൾപ്പെടെയുള്ള ദേശീയ മത്സര പരീക്ഷകൾക്കായുള്ള പരിശീലനം ഒരേ ക്യാമ്പസിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി ആരംഭിച്ചത്. അക്കാദമിക മികവിനൊപ്പം സ്വഭാവവും മൂല്യബോധവും നേതൃശേഷിയും സാമൂഹിക പ്രതിബദ്ധതയും വളർത്തുന്ന പരിവർത്തനാത്മക വിദ്യാഭ്യാസ മാതൃകയാണ് കുണിയ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ദർശനം. ഈ ദർശനത്തിന്റെ ഭാഗമായാണ് ഡിഗ്രി വിത്ത് IAS സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി അവതരിപ്പിച്ചിരിക്കുന്നത്. വിദ്യാഭ്യാസം, നേതൃത്വം, പൊതുസേവനം, വ്യക്തിവികസനം, വിദ്യാഭ്യാസത്തിലെ നവീന സാധ്യതകൾ എന്നീ വിഷയങ്ങളിൽ ദേശീയതല ചർച്ചകളും മുഖ്യ പ്രഭാഷണങ്ങളും പാനൽ ചർച്ചകളും കോൺക്ലേവിന്റെ ഭാഗമായി നടന്നു. കുണിയ IAS അക്കാദമി ഡയറക്ടർ ഡോക്ടർ സാജിദ് അലി അധ്യക്ഷത വഹിച്ചു. കുണിയ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡയറക്ടർ ഡോക്ടർ PS ലക്ഷ്മിഭായ്, ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ഡോക്ടർ V സന്തോഷ് എന്നിവർ സംസാരിച്ചു. വിദ്യാഭ്യാസ വിദഗ്ധർ, പ്രിൻസിപ്പൽമാർ, പ്രഥമാധ്യാപകർ, അക്കാദമിക് നേതാക്കൾ, സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ തുടങ്ങി വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രതിനിധികൾ കോൺക്ലേവിൽ പങ്കെടുത്തു. ഡിഗ്രി വിത്ത് IAS ഇൻ്റഗ്രേറ്റഡ് റെസിഡൻഷ്യൽ പ്രോഗ്രാമിന്റെ ലോഞ്ചിംഗ് ചടങ്ങിൽ മന്ത്രി TC സിദ്ദിഖ് മുഖ്യപ്രഭാഷണം നടത്തി. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കുണിയ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആരംഭിച്ച ഈ സംരംഭം വിദ്യാർത്ഥികൾക്ക് പുതിയ അവസരങ്ങൾ തുറന്നു നൽകുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു. പഠനത്തോടൊപ്പം വിദ്യാർത്ഥികളിൽ കാർഷിക സംസ്കാരം വളർത്തേണ്ടതിന്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടിയ മന്ത്രി ക്യാമ്പസിൽ മാതൃകാ കൃഷിയിടം ആരംഭിക്കാനും ഭാവിയിൽ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട പുതിയ കോഴ്സുകൾ തുടങ്ങാനും നിർദ്ദേശിച്ചു. കുണിയ IAS അക്കാദമി ഡയറക്ടർ ഡോക്ടർ സാജിദ് അലി അധ്യക്ഷത വഹിച്ചു. മഞ്ചേശ്വരം MLA AK അഷ്റഫ്, DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് PK ഫൈസൽ, സാജിദ് മൊവ്വൽ, MC പ്രഭാകരൻ, കുണിയ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡയറക്ടർ ഡോക്ടർ PS ലക്ഷ്മിഭായ്, ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ഡോക്ടർ V സന്തോഷ് എന്നിവർ സംസാരിച്ചു. The launch of the IAS Academy here. Friends, I'm so glad that this effort is being made to educate children to become civil servants. But what I'm going to talk about today is that in order to become a civil servant, you have to become a good individual. You have to become a competent individual. And my friends, as you would all know, lakhs and lakhs of people appear for civil service, and only a very small number qualifies. And many of those who appear for civil service ask me, sir, what should be my plan B? Because 99% of people who appear require a plan B because they are not going to qualify. So I'm going to talk about preparing to prepare for civil service. Now listen to this very carefully, and this is addressed to the principals of the schools, to the students and to parents. Friends, I have come to believe through personal experience and experience of guiding those that are appearing for the civil service examination. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.